എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ പിണറായി പോലീസ്. PC-യെ പിന്തുടർന്ന് നാണം കെട്ട് പിണറായി പോലീസ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായി. ഒന്നെങ്കിൽ നിയമപാലകർ അവരുടെ ചുമതല വിവേചനങ്ങളില്ലാതെ കൃത്യമായി നിർവഹിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിനു വേണ്ടി അടിമപ്പണി ചെയ്യാതിരിക്കുവാനുള്ള ആർജവം കാണിക്കുക. ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി കേരള പോലീസ്. പിണറായി സർക്കാരിന്റെ പകവീട്ടലിനും വ്യക്തിവിരോധത്തിനും ഇലക്ഷൻ സ്റ്റണ്ടിനുമായി PC-ക്ക് നോട്ടീസോട് നോട്ടീസ്. PC ഉണ്ടോ വകവെക്കുന്നു. തീരുമാനിച്ചതിൽ ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് വെച്ചില്ല. നോട്ടീസ് അവഗണിച്ച് തൃക്കാക്കരയിൽ പോയി പറയേണ്ടത് പറഞ്ഞു. അനന്തപുരി ഹൈന്ദവ സമ്മേളനത്തിലെ വിവാദ പ്രസംഗ കേസിൽ ജാമ്യം റദ്ദാക്കപ്പെട്ട് അറസ്റ്റിനും ഒരു ദിവസത്തെ ജയിൽവാസത്തിനും ശേഷം പുറത്തിറങ്ങി. അതിനുശേഷം അദ്ദേഹം നൽകിയ ആദ്യ പ്രതികരണത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പകപോക്കലാണ് തന്റെ അറസ്റ്റും ജയിൽവാസവുമെന്ന് പറഞ്ഞിരുന്നു. പിണറായിക്കുള്ള മറുപടി തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം നൽകുമെന്നും പറഞ്ഞ PC-യെ തരം താണ പോലീസ് കളിയിലൂടെ തൃക്കാക്കരയിൽ ഇറക്കാതിരിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചെങ്കിലും PC ജോർജ് പറഞ്ഞ വാക്കു പാലിച്ചു. രാവിലെ മുതൽ ശബ്ദപ്രചരണം കൊട്ടിക്കലാശിക്കുന്ന വൈകുന്നേരം വരെ തൃക്കാക്കരയിൽ സജീവ സാന്നിധ്യമായി തിളങ്ങിയ PC-ക്ക് ലഭിച്ച പിന്തുണയും സ്വീകരണവും അഭൂതപൂർവമായതായിരുന്നു. PC ജോർജിന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും കോടതിയലക്ഷ്യ നടപടികൾക്ക് ഉതകുന്ന വികട സരസ്വതി വീണ കിട്ടുമോ എന്ന് കാണാൻ കാത്തിരുന്നവരെ എളിഭ്യരാക്കിക്കൊണ്ട് പറയേണ്ടത് മുഴുവൻ എഴുതിക്കൊണ്ടുവന്ന് പത്രക്കാർക്ക് മുമ്പിൽ വായിച്ച PC പിണറായി വിജയന്റെ തീവ്രവാദ സംഘടനകളോടുള്ള ആഭിമുഖ്യ നിലപാടുകളെയും ഇരട്ടത്താപ്പുകളെയും തുറന്നുകാട്ടി. മത്സരരംഗത്തുള്ളവരുടെ മുഖ്യധാരയിലുള്ള 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾക്കും അവരുടെ നേതാക്കന്മാർക്കും ലഭിച്ചതിലും അധികം മികച്ച സ്വീകരണം നേടിയ PC കാച്ചിക്കുറുക്കിയ വാക്കുകളുമായി തൃക്കാക്കരയിൽ നിറഞ്ഞാടി. അത്രയേറെ വലിയ സ്വീകരണമാണ് PC ജോർജിന് തൃക്കാക്കരയിൽ കിട്ടിയത്. അതിന്റെ പ്രധാന കാരണം PC ജോർജിനെതിരെയുള്ള പിണറായി പോലീസിന്റെ ഹീനമായ നടപടികളായിരുന്നു. കാരണമില്ലാതെ ഇടതുപക്ഷത്തെ ചീത്ത പറഞ്ഞ കേവലം ഒരു സാധാരണക്കാരന് എതിരായിരുന്നില്ല പോലീസിന്റെ ഈ അഴിഞ്ഞാട്ടങ്ങൾ. മറിച്ച് 4 പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലൂടെ സമൂഹത്തിലെ നാനാതുറകളിൽ തന്റെ സ്വാധീനമുറപ്പിച്ച കരുത്തനായ PC ജോർജ് എന്ന നേതാവിന് എതിരായിരുന്നു എന്നത് പോലീസ് പോലും പലപ്പോഴും മറന്നുപോയി. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമുള്ള PC ജോർജ് എന്ന നേതാവിനെതിരെ തത്വദീക്ഷയില്ലാതെ പോലീസ് നടത്തിയ പീഡന പരമ്പരകൾ അദ്ദേഹത്തിന് വലിയ സ്വാധീനവും പിന്തുണയുമായി മാറുകയായിരുന്നു. ക്രിമിനൽ കേസുകളിൽ പോലും പ്രതികളായ അറസ്റ്റ് വാറണ്ട് പോലും ലഭിച്ച പല നേതാക്കന്മാരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷി പാർട്ടി വ്യക്തമായ ഹിഡൻ അജണ്ട മുൻനിർത്തിക്കൊണ്ട് ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി PC ജോർജിനെതിരെ നിരന്തരമായി നടത്തിയ നീക്കങ്ങൾ മുഴുവൻ PC ഇന്നലെ തൃക്കാക്കരയിൽ തുറന്നുകാട്ടി. PC വർഗീയവാദിയും വെറുക്കപ്പെട്ടവനും ആണെന്നൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പിണറായിയുടെ പോലീസ് നടത്തിയ നടപടികൾ മുഴുവൻ അവർക്കെതിരെ ബൂമറാങ് പോലെ തിരിഞ്ഞു കുത്തുകയും ചെയ്തു. PC-യുടെ ശത്രുക്കളെ പോലും അമ്പരപ്പിക്കുന്ന ശക്തമായ പിന്തുണയും സ്വീകരണവുമാണ് PC-ക്ക് ഇന്നലെ ലഭിച്ചത്. വർഗീയവാദികളുടെയും മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെയും ആയുധ കച്ചവടക്കാരുടെയും വിഹാര കേന്ദ്രമായി നാൾക്കുനാൾ നിബദിച്ചു പോകുന്ന കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെപ്പറ്റി യാതൊരു ആശങ്കയുമില്ലാത്ത ആഭ്യന്തര വകുപ്പ് കലാപാഹ്വാനമോ കൊലവിളിയോ ഇല്ലാത്ത ഒന്നുമല്ലാത്ത കേവലം ഒരു പ്രസംഗത്തിന്റെ പേരിൽ PC-ക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ സ്വീകാര്യത നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. തൃക്കാക്കരയിൽ ജയിച്ച് സെഞ്ചുറി തികയ്ക്കാൻ വേണ്ടി കല്ലുവെച്ച നുണകളും പൊള്ളയായ വാഗ്ദാനങ്ങളും വർഗീയ പീഡനങ്ങളുടെ ചവിട്ടുനാടകങ്ങളും തെരഞ്ഞെടുപ്പ് കളം കൊഴിപ്പിച്ചെങ്കിലും ഇടതുപക്ഷത്തിന് വിജയസാധ്യത കൽപ്പിക്കുന്നവർ വളരെ കുറവാണ്. മതതീവ്ര സംഘടനകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ അന്യായമായി പീഡിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാകും തൃക്കാക്കരയിലെ വോട്ടർമാരുടെ സമ്മതിദാനാവകാശം. എങ്കിലത് കേരളത്തിലെ നിഷ്പക്ഷ ജനസാമാന്യങ്ങളുടെ വിജയം തന്നെയായിരിക്കും.